ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ രസം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3-4 ടൈപ്പ് രസം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ റെസിപ്പിയാണ്. തക്കാളി രസമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ രസത്തിന്റെ പൊടിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസം. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക്, അതും നോൺ സ്റ്റിക് പാനിൽ അടപ്പിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അത് തയ്യാറാക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് വിഭവങ്ങൾ ഇനിയും ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഇൻസ്റ്റന്റ് രസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ റെസിപ്പി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ രസത്തിന്റെ പൊടിയൊന്നും ഇല്ലാത്ത രസം ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള രസം എന്നുള്ള ഹെഡിങ്ങിൽ ഒരു 3-4 റെസിപ്പി കണ്ടായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ തക്കാളി മാത്രമേ പുളിക്ക് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ നോർമൽ പുളി ഉപയോഗിക്കുന്നില്ല. ഇതെന്റെ അമ്മായിയുടെ റെസിപ്പിയാണ്, അച്ഛന്റെ പെങ്ങളുടെ റെസിപ്പിയാണ്. അമ്മായി വർഷങ്ങളോളം ചെന്നൈയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മായിയുടെ റെസിപ്പി, അമ്മായിയുടെ ഈ രസം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഈ രസത്തിന്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. സൂപ്പർ ഈസിയാണ്, അതേസമയം സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് മിക്സിയുടെ ജാർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മിയിലൊന്ന് ചതച്ചാലും മതിയാകും. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, മൊത്തത്തിലുള്ള കുരുമുളക് കേട്ടോ. നിങ്ങളുടെ അടുത്തിപ്പോൾ മൊത്തത്തിലുള്ള കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രസം തിളച്ചതിന് ശേഷം അതിൽ സ്പൈസ് ലെവൽ, അതായത് എരി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ അപ്പോൾ എക്സ്ട്രാ ഇട്ടാൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് കുരുമുളക് അല്ലെങ്കിൽ മുളക് ഇടണ്ട കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഹോളായിട്ടുള്ള വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മൊത്തത്തിലുള്ള മല്ലി, ഹോൾ മല്ലി, ഇത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ്. അതും ഈ പറഞ്ഞ പോലെ പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം, ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഞാൻ ചേർക്കാത്ത ഒരു ഐറ്റമാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്, അതായത് പരിപ്പ്, തൂരപ്പരിപ്പ്. തൂരപ്പരിപ്പ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പാണ്. ആദ്യം തന്നെ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഒരുപാട് നൈസാക്കി അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മാത്രം മതിയാകും. പിന്നെ ചിലവർ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്യും. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പൊടിക്കുക. ഞാനിവിടെ റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം പച്ചക്കാണുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അത് ഞാൻ പൊടിച്ചിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഉലുവ ഇടണം കേട്ടോ. ഉലുവയുടെ കാര്യം ഞാൻ മറന്നുപോയി. ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, ഒരു 10-12 ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്നും ജസ്റ്റ് ഒന്ന് പൊടിക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ അത് ആദ്യമേ തന്നെ നിങ്ങൾ ഒരുമിച്ച് ഇട്ടാൽ മതി, ഞാൻ ഇടാൻ മറന്നുപോയതാണ്. ഉലുവ കുറച്ച്, അല്ലെങ്കിൽ ഉലുവയുടെ പൊടി ഒരല്പം. ഒരുപാട് ഉലുവയും കായൊന്നും ഇടാൻ പാടില്ല, കാരണം കയ്പ്പ് വരും, അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാൻ തോലോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇത് രസത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ചതച്ചിട്ട് കൊടുത്താൽ മതി, ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇത് ചതച്ചിട്ട് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട്, സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ ഏതിലാണ് രസം ഉണ്ടാക്കുന്ന ആ പാത്രത്തിലോട്ട് ഈ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. അപ്പോൾ ചിലവർ വെളുത്തുള്ളി കഴിക്കാത്തവരുണ്ടാവും. വെളുത്തുള്ളി കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഈ രസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ തൊലിയോടുകൂടി ഈ പറഞ്ഞ പോലെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ഒരല്പം ചേർക്കാം, അതല്ലെങ്കിൽ പഞ്ചസാര ആവാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ തക്കാളി. തക്കാളിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ പുളി അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പൊ പുളി ഇല്ലാത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വരെ ആവാം. അല്ലെങ്കിൽ ഇതിപ്പോ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് 2 എണ്ണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ തക്കാളി ഒന്ന് അരച്ച് ചേർത്താൽ മതിയാകും. നമ്മൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ വൈറ്റ് പോർഷൻ നമ്മൾ എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള തക്കാളി അരിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. നാടൻ തക്കാളിയൊക്കെ ആണെങ്കിൽ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളേ. നാട്ടിലൊക്കെ പോകുമ്പോൾ തക്കാളി ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന പോലെ എനിക്ക് അവിടെ നാട്ടിൽ തക്കാളി ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് നല്ല പുളിയായിരിക്കും.
അപ്പോൾ ഒരു വലിയ തക്കാളിയൊക്കെ മതിയാവും നാട്ടിലാണെങ്കിൽ, പുളിയുള്ള തക്കാളി ആണെങ്കിൽ. നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട. പിന്നെ നോക്കിയിട്ടിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില ഇതിൽ നിറയെ വേണം കേട്ടോ. മല്ലിയുടെ ഇല ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുറച്ച് മല്ലിയില ആദ്യം ഇടാം. അതിനുശേഷം തിളച്ചതിന് ശേഷം നമ്മൾ മല്ലിയില കുറെ ഇട്ടിട്ട് അടച്ചങ്ങ് വെക്കും. കുറെ നേരം അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ കാച്ചി ഒഴിക്കുന്നത് കേട്ടോ. മല്ലിയില ഇടുമ്പോൾ ഈ ഭാഗത്തോട് തണ്ടോട് കൂടി ഇടണം. അപ്പൊ ഞാൻ കുറച്ച് മല്ലിയില ഇപ്പൊ തൽക്കാലം ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിന്റെ എരിവും ഒക്കെ ഒന്ന് നോക്കട്ടെ. പുളിയും എരിവും നോക്കണം ആദ്യമേ തന്നെ. എരിവും പുളിയൊക്കെ ഉണ്ട്. ഉപ്പ് കുറവാണ്. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിള വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു കേട്ടോ. ജസ്റ്റ് തിള വന്നപ്പോഴേക്കും ഓഫ് ചെയ്തു. എന്നിട്ട് നിറയെ മല്ലിയുടെ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം. അരമണിക്കൂറൊക്കെ ഇപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ മതി. സംഭവം ഉച്ചയാകുമ്പോഴേക്കും സൂപ്പർ ആയിരിക്കും. എന്നിട്ടത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചിയാൽ മതി കേട്ടോ. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. എന്താണെന്നറിയാമോ, കുറച്ച് കായം അല്പം മാത്രം മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചോളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് കാച്ചി ഒഴിക്കണം. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ രസം ഒന്ന് അരിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അരിക്കണ്ട കേട്ടോ. ഞാൻ പക്ഷെ രസം അരിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ തക്കാളി രസം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ചേർത്തിരിക്കുന്ന ആരുണ്ട് ഈ കളറ്. നിങ്ങൾക്ക് പരിപ്പ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല. പക്ഷെ പരിപ്പാണ് ഇതിന്റെ ടേസ്റ്റ്. പരിപ്പും തക്കാളിയും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ചൊരു രുചിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിപ്പിന്റെ അളവ് കുറയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നമുക്ക് ഇനി ഇതങ്ങ് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ടൊരു സോസ്പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ട്. അതുപോലെ തന്നെ കുറച്ച് കടുക്, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടട്ടെ. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഓഫ് ചെയ്യാം. അത് രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക. സെർവ് ചെയ്യാം. നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് എരിവും പുളിയും ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ മറക്കരുത് കേട്ടോ. അടച്ചു വെക്കട്ടെ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയില്ല, അതേസമയം ഈസി ആയിട്ടുള്ള എൻ്റെ അമ്മായിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പാലപ്പം വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. ക്രിസ്മസിന്റെ റെസിപ്പീസ് എല്ലാം ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.